നമസ്കാരം. പ്രധാന വാർത്തകൾ. പാർലമെന്റ് മാർച്ചിനെതിരെ ഉണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് തൃശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്കു നേരെ പോലീസ് ലാത്തി വീശി ജലപീരങ്കി പ്രയോഗിച്ചു. SFI പ്രവർത്തകർ നടു റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ അപകടങ്ങൾ കുറയ്ക്കാൻ അടിയന്തര നടപടികൾ കൈക്കൊള്ളുമെന്ന് മന്ത്രി KA തുളസി. മേഖലയിലെ റോഡ് അപകടങ്ങൾ പരിഹരിക്കുന്നതിനും റോഡ് നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കുന്നതിനും സാമ്പത്തിക സ്ഥിതി തടസ്സമാകില്ലെന്നും മന്ത്രി. മുണ്ടൂർ തൂത സംസ്ഥാന പാത നവീകരണത്തിലെ അശാസ്ത്രീയത പരിഹരിക്കുന്നതിനും അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും വിളിച്ചു ചേർത്ത സംയുക്ത യോഗം കലക്ട്രേറ്റിൽ. TTEക്ക് യാത്രക്കാരിയുടെ മർദ്ദനം. ആലത്തൂർ സ്വദേശി ഡെപ്യൂട്ടി ചീഫ് ട്രാവലിംഗ് എക്സാമിനർ സുജിത്തിനെയാണ് യാത്രക്കാരി ആക്രമിച്ചത്. സംഭവം മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസിൽ. വാർത്തകൾ വിശദമായി. പാർലമെന്റ് മാർച്ചിനെതിരെ ഉണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് തൃശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ലാത്തി വീശി ജലപീരങ്കി പ്രയോഗിച്ചു. റെയിൽവേ സ്റ്റേഷൻ റോഡിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് മാർച്ച് തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച SFI പ്രവർത്തകർക്കു നേരെയാണ് ജലപീരങ്കി പ്രയോഗിച്ചത്. SFI പ്രവർത്തകർ നടു റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ അപകടങ്ങൾ കുറയ്ക്കാൻ അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്ന് മന്ത്രി KA തുളസി. മേഖലയിലെ റോഡ് അപകടങ്ങൾ പരിഹരിക്കുന്നതിനും റോഡ് നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കുന്നതിനും സാമ്പത്തിക സ്ഥിതി തടസ്സമാകില്ലെന്നും മന്ത്രി പറഞ്ഞു. മുണ്ടൂർ തൂത സംസ്ഥാന പാത നവീകരണത്തിലെ അശാസ്ത്രീയത പരിഹരിക്കാനും അപകടങ്ങൾ ഒഴിവാക്കാനും കലക്ട്രേറ്റിൽ വിളിച്ചു ചേർത്ത സംയുക്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ ഒരു മാസത്തിനകം പരിഹാര നടപടി നടപ്പിലാക്കണമെന്ന് മന്ത്രി KA തുളസി KSTPയോട് നിർദ്ദേശിച്ചു. ജനപ്രതിനിധികൾ, KSTP എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പാലക്കാട് RTO, പോലീസ്, റവന്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഉൾപ്പെടുന്ന സംയുക്ത സംഘം റോഡിലെ അപകടമേഖലകൾ സന്ദർശിക്കും. ബ്ലോക്ക് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് അപകടരഹിത ഗതാഗതം റദ്ദാക്കണമെന്നും ഗതാഗതം ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. 15 ദിവസത്തിനുള്ളിൽ സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് അവലോകന യോഗം ചേരണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. മുണ്ടൂർ തൂത സംസ്ഥാന പാത നവീകരണത്തിന്റെ അശാസ്ത്രീയത പരിഹരിക്കാനും അപകടങ്ങൾ ഒഴിവാക്കാനും കലക്ട്രേറ്റിൽ വിളിച്ചു ചേർത്ത സംയുക്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. 8 മാസത്തിനിടെ 17 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യം ഇനിയും ആവർത്തിക്കരുത്. ഇക്കാര്യത്തിൽ KSTP നടപ്പിലാക്കുന്ന പരിഹാര നടപടികൾ അതാത് മേഖലകളിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തണം. ട്രാഫിക് സിഗ്നലുകൾ, ലൈറ്റുകൾ, ഹൈ സ്പീഡ് ക്യാമറകൾ, സ്പീഡ് ബ്രേക്കറുകൾ, സ്ട്രിപ്പുകൾ എന്നിവ ആവശ്യമായ സ്ഥലങ്ങളിൽ സ്ഥാപിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. മേഖലയിലെ റോഡ് അപകടങ്ങൾ പരിഹരിക്കുന്നതിനും റോഡ് നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കുന്നതിനും സാമ്പത്തിക സ്ഥിതി തടസ്സമാകില്ലെന്നും മന്ത്രി അറിയിച്ചു. ഇതിന് അടിസ്ഥാനപരമായിട്ട് റോഡിന് പ്രശ്നമുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അത് നമ്മൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അപ്പം അത് നമ്മൾ എന്തുകൊണ്ട് പരിഹരിക്കാം, നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് സമയബന്ധിതമായിട്ട് ഈ പറഞ്ഞ 7 ദിവസം എടുക്കുന്നല്ലേ പറഞ്ഞ്, അത് ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് നിങ്ങൾ അതത് ജനപ്രതിനിധികൾ വിളിച്ചിട്ട് പോയിട്ട് അത് പരിശോധന നടത്തും. എന്നിട്ട് നമുക്കതിൻ്റെ ആക്ഷൻ എടുക്കാമല്ലോ. അപ്പം അത് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നമ്മളത് പൂർത്തിയാക്കേണ്ട എല്ലാവരുടെയും പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഉണ്ടായിരിക്കും. പിന്നെ പണത്തിന്റെ ഒരു കുറവുകൊണ്ട് ഇത് ചെയ്യാതിരിക്കാനുള്ള ഒരു സാഹചര്യവും ഇല്ല. അതും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഞാനും ഉറപ്പുതരാണ്. ചെർപ്പുളശ്ശേരി നഗരസഭ, കടമ്പഴിപ്പുറം, തൃക്കടീരി, മുണ്ടൂർ, കോങ്ങാട്, ശ്രീകൃഷ്ണപുരം തുടങ്ങിയ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന മേഖലകളിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുമെന്നും യോഗം നിർദ്ദേശിച്ചു. കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കലക്ടർ K. സുധീർ അധ്യക്ഷത വഹിച്ചു. MLA-മാരായ K. പ്രേംകുമാർ, P. മമ്മിക്കുട്ടി, A. പ്രഭാകരൻ, ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അരവിന്ദാക്ഷൻ, കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബീന, വെള്ളിനഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ്, കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. സൂര്യ, മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രാമദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. TTEക്ക് യാത്രക്കാരിയുടെ മർദ്ദനം. ആലത്തൂർ സ്വദേശിയായ ഡെപ്യൂട്ടി ചീഫ് ട്രാവലിംഗ് എക്സാമിനർ സുജിത്തിനെയാണ് യാത്രക്കാരി ആക്രമിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് 7:30 മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസിൽ ഫറോക്ക് സ്റ്റേഷന് സമീപമാണ് സംഭവമുണ്ടായത്. ജനറൽ ടിക്കറ്റുമായാണ് പട്ടിത്തറ സ്വദേശിനി സ്ലീപ്പർ കോച്ചിൽ കയറി. TTയോട് സ്ലീപ്പർ ടിക്കറ്റ് ചോദിക്കുകയും സുജിത്ത് ഇല്ലെന്ന് മറുപടി നൽകി. എന്നാൽ യുവതി സ്ലീപ്പർ കോച്ചിൽ തന്നെ യാത്ര തുടർന്നു. അടുത്ത സ്റ്റോപ്പിൽ ട്രെയിൻ നിൽക്കുമ്പോൾ ജനറൽ കോച്ചിൽ മാറിക്കയറണമെന്നും അല്ലെങ്കിൽ ഫൈൻ അടയ്ക്കേണ്ടി വരുമെന്നും
പറഞ്ഞതിൽ ക്ഷുഭിതയായ യുവതി മുഖത്ത് മാന്തുകയും കൈകൊണ്ട് കുത്തുകയുമായിരുന്നുവെന്ന് സുജിത് പറഞ്ഞു. പരിക്കേറ്റതിനെ തുടർന്ന് സുജിത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. മുഖത്ത് സാരമായ പരിക്കേറ്റിട്ടുണ്ട്. ജോലി ചെയ്യുന്നതിനിടെ ആക്രമിച്ചതായി കാണിച്ച് സുജിത് ഷൊർണൂർ റെയിൽവേ പോലീസിൽ പരാതി നൽകി. ഷൊർണൂർ റെയിൽവേ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അതേസമയം യുവതിയോട് അപമര്യാദയായി പെരുമാറിയെന്ന് പറഞ്ഞ യുവതിയും ഷൊർണൂർ റെയിൽവേ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചെറുതുരുത്തിയിലെ ജ്വല്ലറിയിൽ നിന്ന് 85,000 രൂപ വിലമതിക്കുന്ന സ്വർണ്ണമോതിരം മോഷ്ടിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. സംഭവത്തിൽ കണ്ടാലറിയാവുന്ന വ്യക്തിക്കെതിരെയാണ് ചെറുതുരുത്തി പോലീസ് കേസെടുത്തിരിക്കുന്നത്. വടക്കാഞ്ചേരി നടുവത്ര സ്വദേശിയായ സേവ്യർ നൽകിയ പരാതിയിലാണ് നടപടി. ജൂലൈ 20 ഉച്ചയ്ക്ക് 3:20 സംഭവം നടന്നത്. സേവ്യറിന്റെ ഉടമസ്ഥയിലുള്ള ചെറുതുരുത്തിയിലുള്ള താജ് ജ്വല്ലറിയിലെത്തിയ അജ്ഞാതൻ 6 ഗ്രാം തൂക്കം വരുന്ന ചതുരാകൃതിയിലുള്ള സ്വർണ്ണമോതിരം കവരുകയായിരുന്നു. പരാതിക്കാരൻ രാത്രി 10:15 പോലീസ് സ്റ്റേഷനിലെത്തി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചെറുതുരുത്തി പോലീസ് സബ് ഇൻസ്പെക്ടർ ബാബു CG കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചുമട്ടുതൊഴിലാളി ചുമട് ഇറക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് ചികിത്സയിലിരിക്കെ മരിച്ചു. പൈങ്കുളം സ്കൂളിന് സമീപം താമസിക്കുന്ന മടത്തിൽ തൊടി വീട്ടിൽ പരേതനായ കുഞ്ഞന്റെ മകൻ 58 വയസ്സുള്ള കുമാരനാണ് മരിച്ചത്. പയങ്കളം സ്കൂൾ സെന്ററിലുള്ള CITU ചുമട്ടുതൊഴിലാളിയാണ് ഞായറാഴ്ച ഉച്ചയോടെ സിമന്റ് വണ്ടിയിൽ നിന്ന് ഇറക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് വാടയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിക്കുകയായിരുന്നു. മരണകാരണം ഹൃദയസ്തംഭനമാണെന്ന് സ്ഥിരീകരിച്ചു. ഭാര്യ ഇന്ദിര, മക്കൾ ശരത്, രഞ്ജിത്ത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കുട്ടികൾ നക്ഷത്രങ്ങളെ പോലെയാണ്. അതിൽ ചില നക്ഷത്രങ്ങൾക്ക് തിളക്കം കൂടും. ആ തിളക്കമാണ് സമൂഹത്തിന് നന്മയുടെ പ്രകാശമാകേണ്ടതെന്ന് ഡോക്ടർ മറിയ ഉമ്മൻ. ചെറുതുരുത്തി നമ്പുള്ളിപ്പറമ്പ് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന തിളക്കം 2026 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മറിയ ഉമ്മർ. ഈ എക്സലൻസ് അവാർഡ് ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇരുട്ടിൽ നിന്ന് നമുക്ക് മറ്റുള്ളവർക്ക് ആർക്കാണെങ്കിലും വെളിച്ചം കൊടുക്കാൻ സാധിക്കും. ഏതൊരു മനുഷ്യനാണെങ്കിലും. അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഈ എക്സലൻസ് അവാർഡ് കിട്ടി നിങ്ങളെ ആദരിക്കുകയാണ്. ഇത് നിങ്ങൾ ഒരു ഭാഗ്യമായി കാണണം. ഇങ്ങനത്തെ ഒരു ആദരം ലഭിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മെറിറ്റ് അവാർഡ് പേജിൽ പോയപ്പോൾ ഞാൻ അവിടുത്തെ അതിലെ ഒരു ആശംസ പ്രസംഗം ഞാൻ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. നിങ്ങളൊരു ഭാഗ്യമായി കാണണം. ബിക്കോസ് ഇത് ലഭിക്കാത്ത ആ ഒരു സ്ഥലത്ത് അത് ആദ്യമായിട്ട് ചെയ്യണം. അപ്പം പക്ഷേ അത് ആ സ്ഥലത്ത് അദ്ദേഹം അന്നും അങ്ങനെ പറഞ്ഞെങ്കിലും ഇത് നിങ്ങൾക്കും ഏത് രീതിയിലാണ് ലഭിക്കുന്ന എല്ലാവർക്കും അത് ആഗ്രഹിക്കുന്നതാണ്. മുസ്ലിം ലീഗ് ചേലക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് TK സൈദലവി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ സെക്രട്ടറി PA അബ്ദുൽ കരീം മുഖ്യപ്രഭാഷണം നടത്തി. വള്ളത്തോൾ നഗർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PI ഷാനവാസ്, ശിവൻ വീട്ടിക്കുന്ന് എന്നിവർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. മറ്റു UDF നേതാക്കന്മാരായ മായകുദയൻ, PM അസീസ്, രതീഷ് കുട്ടൻ, PA അബ്ദുൽ ജബ്ബാർ, PT തമ്പിമണി, ഷഹീർ ചെറുതുരുത്തി, അർഷാദ് പള്ളിക്കൽ, ബാബ ചേരങ്കുന്നത്ത് തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ TB മൊയ്തീൻകുട്ടി സ്വാഗതവും PA അബ്ദുൾ റഷീദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വള്ളത്തോൾ നഗർ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എക്സലൻസി അവാർഡ് ദാന ചടങ്ങും മോട്ടിവേഷൻ ക്ലാസും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ ചടങ്ങും നടന്നു. ചടങ്ങ് ഡോക്ടർ മറിയ ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു. അല്ലെങ്കിൽ ഒരു പച്ചയായ മനുഷ്യൻ അവൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും പറയുമ്പോൾ നാം അതൊന്ന് കാതോർക്കുക. നമുക്ക് അത് ആ ഒരു ദുഃഖം ഒരാൾ പറയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം പറയുമ്പോൾ അതൊന്ന് ചെവി കേൾക്കാൻ നാം തയ്യാറാകുക. ഈ ഒരു സിമ്പിൾ തിയറി മാത്രമേ എൻ്റെ പിതാവ് എടുത്തിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ റോക്കറ്റ് സയൻസ് അപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഒരുപാട് വികസനങ്ങൾ ചെയ്തിട്ടുണ്ട്. സാധാരണക്കാരൻ്റെ ദുഃഖവും ദുരിതവും മനസ്സിലാക്കി ആരോഗ്യ മേഖല എന്നും ഒരു മനസ്സിലെന്നും ഒരു ചിന്തയുള്ളൊരു ടോപ്പിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ നോക്കിയാൽ മനസ്സിലാകും ഒരുപാട് ക്ഷേമ പദ്ധതികൾ, കാരുണ്യ പദ്ധതികൾ എല്ലാം തുടങ്ങി വെച്ചിട്ടുണ്ട്. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് PI ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ ജോണി മണിച്ചിറ, K നാരായണൻകുട്ടി, ശിവൻ വീട്ടിക്കുന്ന്, മണ്ഡലം പ്രസിഡന്റ് മുസ്തഫ വരവൂർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ K പ്രേമൻ ദേശമംഗലം, TC രാമകൃഷ്ണൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുസ്തഫ, മണ്ഡലം ഭാരവാഹികൾ, മഹിളാ കോൺഗ്രസ് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. കരിയർ ഗൈഡൻസ് എന്ന വിഷയത്തെക്കുറിച്ച് KM ഷമീർ തലി ക്ലാസ് എടുത്തു. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹിയുദ്ദീൻ സ്വാഗതവും ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PV സുലൈമാൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മങ്കര കല്ലൂർ 1-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കല്ലൂരിൽ സ്നേഹാദരം സംഘടിപ്പിച്ചു. മന്ത്രി KA തുളസി ഉദ്ഘാടനം ചെയ്തു. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇന്നിപ്പോൾ ഇവിടെ അവാർഡ് ഏറ്റുവാങ്ങുന്ന കുട്ടികളുണ്ട്.
ആ കുട്ടികൾ വളരെ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഇന്ന് ഈ വിജയം കൈവരിച്ചിട്ടുള്ളത്. അപ്പൊ അവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. മാത്രമല്ല അവരുടെ വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത അവരുടെ മാതാപിതാക്കളുണ്ട്, അവരുടെ അധ്യാപകരുണ്ട്, മറ്റു സുഹൃത്തുക്കളുണ്ട്. എല്ലാവർക്കും ഏറ്റവും നല്ല വാക്കുകൾ കൊണ്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പണ്ട് സ്വാമി വിവേകാനന്ദൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ സമൂഹത്തിൽ വലിയ സംഭാവന ചെയ്ത ആളുകളൊക്കെ പറയുന്ന കാര്യം നമ്മൾ അനുസരിക്കണം എന്നാണല്ലോ പറയാറ്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഈ വിശന്നിരിക്കുന്ന ആളുകളോട് പ്രഭാഷണം നടത്താൻ പോകരുത് എന്നാണ്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എൻ അച്യുതൻ കുട്ടി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ A+ നേടിയ വിദ്യാർത്ഥികളെയും SSLC +2 വിജയികളെയും മന്ത്രി ഉപഹാരം നൽകി ആദരിച്ചു. കല്ലൂരിലെ ശില്പിയെയും ആദരിച്ചു. AA മൂസക്കുട്ടി മാസ്റ്റർ മുഖ്യാതിഥിയായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C വിനയൻ, ലോട്ടറി അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കനകദാസ്, പെൻഷൻ അസോസിയേഷൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് K ശിവാനന്ദൻ, TP മോഹൻദാസ്, ശില്പി സുകുമാരൻ, KK അലി, AA അബ്ദുൾ നാസർ, MV രമേശ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ A+ നേടിയ വിദ്യാർത്ഥികളെ മന്ത്രി ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ വിജയം നേടിയവരെയും ആദരിച്ചു. കല്ലൂർ ബാലന്റെ മകൻ രതീഷ് ബാലൻ മന്ത്രിക്ക് വൃക്ഷത്തൈ ഉപഹാരം സമ്മാനിച്ചു. കല്ലൂർ വഴി KSRTC ബസ് വേണമെന്നാവശ്യപ്പെട്ടുള്ള നാട്ടുകാരുടെ നിവേദനവും മന്ത്രി സ്വീകരിച്ചു. മുൻ പഞ്ചായത്ത് അംഗം MV രമേശ് സ്വാഗതവും ആരിഫ നാസർ നന്ദിയും പറഞ്ഞു. മന്ത്രിക്ക് ഉപഹാരവും നൽകി. AA മൂസക്കുട്ടി മാസ്റ്ററെയും മന്ത്രി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സ്വച്ഛ സർവേഷന്റെ ഭാഗമായി ഷൊർണൂർ നഗരസഭ വരച്ച ചിത്രങ്ങൾക്ക് മുന്നിൽ റെയിൽവേ കോൺട്രാക്ടർ നൽകിയ കരാറുകാരൻ പരസ്യ ബോർഡുകൾ സ്ഥാപിച്ച വിഷയം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ചർച്ചയായി. സ്വച്ഛ സർവേഷന്റെ ഭാഗമായി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് മുൻവശത്തുള്ള ചുമരിൽ ഷൊർണൂർ നഗരസഭ വരച്ച ചിത്രങ്ങൾക്ക് മുന്നിൽ റെയിൽവേ കോൺട്രാക്ടർ നൽകിയ കരാറുകാരൻ പരസ്യ ബോർഡുകൾ സ്ഥാപിച്ച വിഷയം വാർഡ് കൗൺസിലർ ബിന്ദുവാണ് കൗൺസിൽ യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയത്. അതേസമയം ADRMുമായി സംസാരിച്ചത് പ്രകാരമാണ് നേരത്തെ ചിത്രങ്ങൾ വരച്ചതെന്നും ബോർഡുകൾ നീക്കണമെന്നാവശ്യപ്പെട്ട് റെയിൽവേ അധികാരികൾക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും സെക്രട്ടറി PS രാജേഷ് മറുപടി അറിയിച്ചു. എന്നാൽ ഈ വിഷയത്തിൽ നഗരസഭയുടെ ഉത്തരവാദിത്തമില്ലായ്മയാണെന്ന് BJPയിലെ EP നന്ദകുമാർ ചൂണ്ടിക്കാട്ടി. നിയമപ്രകാരം രേഖാമൂലം ചിത്രങ്ങൾ വരയ്ക്കുകയായിരുന്നുവെങ്കിൽ ഈ സ്ഥിതി വരില്ലായിരുന്നുവെന്നും EP നന്ദകുമാർ പറഞ്ഞു. ഇവിടെ മാത്രമല്ല, നാളെ റെയിൽവേ ചെയ്യും. നാളെ ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഇടപെടിയുടെ ചുമതല ഇറിഗേഷൻ ചുമതല ഇവിടെ എല്ലാം അടിയന്തരമായി നമ്മൾ കത്ത് കൊടുത്ത് രേഖാമൂലം അതിന് പെർമിഷൻ എടുക്കണമെന്നാണ് അല്ലെങ്കിൽ ഈ എഴുതിയ ചിത്രങ്ങളെല്ലാം കൊണ്ട് ആരെങ്കിലും അവരവരുടേതായ രീതിയിൽ എന്തെങ്കിലും കൊണ്ടുവന്നാൽ ഒരുപാട് അതായത് ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും നമ്മളൊരു എതിരഭിപ്രായം ആലോചിച്ചു. ആരാണെങ്കിലും ഈ വിഷയത്തിൽ നഗരസഭയോടൊപ്പം നമ്മൾ നിൽക്കും. പക്ഷേ നഗരസഭ ചെയ്യേണ്ട ചില കാര്യങ്ങൾ റെയിൽവേയായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് റെയിൽവേയാണ് അത് വേറൊരു നിയമം മറ്റു കാര്യങ്ങൾ. റെയിൽവേ നഗരസഭയോട് കാണിച്ച അധിക്ഷേപം പോലെയായിപ്പോയെന്ന് കോൺഗ്രസിലെ കൗൺസിലർ K കൃഷ്ണകുമാറും പറഞ്ഞു. റെയിൽവേ അധികാരികളുമായി നഗരസഭാ അധികാരികൾ വീണ്ടും സംസാരിക്കണമെന്നും K കൃഷ്ണകുമാർ പറഞ്ഞു. ചന്തത്തിലുമൊക്കെ ചെയ്തിട്ട് അതിന്റെ മേലെ ഒന്നിനും ഇല്ലാത്ത എന്തെങ്കിലും ഒരു ബന്ധപ്പെട്ട ബോർഡുകളാണ് ഈ പോട്ടെ, അത് ഇത് ലേലം കൊടുത്ത കോൺട്രാക്റ്റുകാരന്റെ ബോർഡുകൾ നടുന്നതിനെ വെച്ച് നമ്മുടെ മൊത്തം ചിത്രങ്ങൾ മറച്ചപ്പോ ഇത് ജനങ്ങളുടെ ഇടയിൽ ഒരു പരിഹാസ രൂപത്തിലാണ് ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ കരാറുകാരൻ ഒരു കാര്യം ആലോചിക്കേണ്ടതായിരുന്നു. അയാളുടെ പരസ്യം ഒരു ബോർഡിൽ ഒതുക്കിക്കൊണ്ട് ഈ നറുനുറുന്നതിന്റെ ബോർഡുകൾ വെച്ച് ചെയ്യുന്ന ഒരു രീതി ശരിയായ രീതിയല്ല. അതേസമയം സെക്രട്ടറിയും താനും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നും വൈസ് ചെയർമാൻ VK അനുരാജ് പറഞ്ഞു. കരാറുകാരൻ തികച്ചും മര്യാദക്കേടാണ് കാണിച്ചത്. ശനിയാഴ്ച ഷൊർണൂരിൽ എത്തുന്ന ADRമുമായി ഈ വിഷയം സംസാരിച്ച ശേഷം തുടർ നടപടികൾ ആലോചിക്കുമെന്നും VK അനുരാജ് പറഞ്ഞു. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഈ നാട്ടിലാണല്ലോ നമ്മൾ പൊതുപ്രവർത്തനം നടത്തുന്നത് എന്നൊരു തിരിച്ചറിവാണെന്ന് തോന്നി. സാധാരണ അന്നം കഴിക്കുന്ന ആളും അത്യാവശ്യം നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കൊക്കെ അറിയാം. ആ സ്ഥലത്ത് ഇവര് പരസ്യം വേണമെങ്കിൽ ഒരു ബോർഡ് വയ്ക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ പരസ്യം കഴിക്കണം, ഇതാ ബോർഡ് മറയ്ക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൊണ്ട് ചെയ്തതാണ്. ഇപ്പൊ എന്താ വെച്ചാൽ നമ്മള് അവര് ചിന്തിക്കണ പോലെ അവരുടെ ഇതിപ്പോ ചെയ്താണെന്ന് ഒരു നിലവാരമൊക്കെ നമ്മൾ ആലോചിച്ചപ്പോ നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റാവുന്നതോടാണല്ലോ ഒരു മനുഷ്യൻ ഇടപെട്ട അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുക. ഇത് നിലവിൽ സ്വച്ഛവേഷം പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു പരസ്യം. നഗരസഭയുടെ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ വൈകിട്ട് 6 മണിക്ക് ശേഷം ഡോക്ടർമാർ ചികിത്സയ്ക്ക് ഇല്ലാത്ത വിഷയം അടക്കമുള്ള
ഇക്കാര്യങ്ങളും കൗൺസിൽ യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നു. 41 അജണ്ടകളും 5 സപ്ലിമെൻ്ററി അജണ്ടകളും ഉൾപ്പെടെ ആകെ 46 അജണ്ടകളാണ് തിങ്കളാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിന് മുൻപാകെ വന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കാരക്കാട് പ്രദേശത്ത് ഡെങ്കിപ്പനി കേസുകൾ കൂടിവന്ന സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും പ്രതിരോധ നടപടികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി ക്ലീൻ കാരക്കാട് ക്യാമ്പയിന് പാറപ്പുറത്തു നിന്നും തുടക്കമായി. ഏകോപനത്തോടെയുള്ള പ്രവർത്തനത്തിലൂടെ ഡെങ്കിപ്പനി തടയുകയാണ് ലക്ഷ്യം. ഡെങ്കിപ്പനി കേസുകൾ കൂടുതലായി കണ്ടുവരുന്ന സാഹചര്യത്തിലാണ് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കാരക്കാട് പ്രദേശത്ത് ക്ലീൻ കാരക്കാട് ക്യാമ്പയിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ പാറപ്പുറത്തു നിന്നാണ് ക്യാമ്പയിന്റെ തുടക്കം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. അതിനടിസ്ഥാനത്തിൽ ക്ലീൻ കാരക്കാട് എന്ന പരിപാടിയുമായിട്ട് പഞ്ചായത്തും ആരോഗ്യവകുപ്പും മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബോധവൽക്കരണം എന്ന രീതിയിൽ ഇന്ന് അതിൻ്റെ ഉദ്ഘാടനം വിളിച്ചു കഴിഞ്ഞു. ഇനി എല്ലാ വീടുകളിലും ടീമായി തിരിഞ്ഞ ആശാവർക്കർമാരും അതുപോലെ തന്നെ നമുക്ക് കിട്ടാവുന്ന പൊതുപ്രവർത്തകർ എല്ലാവരെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് വീടുകളിൽ കയറി ബോധവൽക്കരണം നടത്താൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പരിപാടിയിലേക്ക് നമ്മുടെ കാരക്കാടിനെ ഇത്തരത്തിലുള്ള അസുഖങ്ങളിൽ നിന്നും മോചിതമാക്കുന്നതിന് വേണ്ടി പുറത്ത് കിടക്കുന്ന ഉപയോഗശൂന്യമായ പാത്രങ്ങളൊക്കെ തന്നെ ഒഴിവാക്കുകയും സ്ക്രാപ്പ് കച്ചവടം ചെയ്യുന്ന ആളുകൾ പുറത്തിട്ട് ബിസിനസ് ചെയ്യാതിരിക്കുക. ഡെങ്കിപ്പനി തടയുകയാണ് ലക്ഷ്യമെന്നും ഇതിന്റെ ഭാഗമായി വ്യാപാരികളുടെ കൂടി സഹകരണത്തോടുകൂടി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടപ്പാക്കുമെന്നും ഓങ്ങല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റായിസെ പറഞ്ഞു. ഇപ്പം നമ്മൾ ഇന്ന് ഇവിടെ ഒരു ഡെങ്കു പ്രതിരോധ ഒരു പരിപാടിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരു മാസ് സോഴ്സ് റിഡക്ഷൻ, അതായത് കൊതുകിൻ്റെ ഉറവിട നശീകരണ പരിപാടി ആണ് ഇന്നിവിടെ നമ്മൾ സംഘടിപ്പിച്ചത്. നമുക്കറിയാം, നമ്മുടെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നമ്മുടെ ഡെങ്കു കേസുകൾ വളരെ കുറവായിരുന്നു ഇതുവരെ. പക്ഷേ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമ്മുടെ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേകിച്ച് കാരക്കാട് ഏരിയകളിൽ കേസുകൾ കൂടി വരുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു പ്രവർത്തനം എന്നുള്ള രീതിയിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ചടങ്ങിൽ അബ്ദുള്ളക്കുട്ടി അധ്യക്ഷയായിരുന്നു. വീടും പരിസരവും വൃത്തിയാക്കാം, ഡെങ്കിപ്പനി ഒഴിവാക്കാം എന്ന തലക്കെട്ടിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈഡിസ് കൊതുക് വളരുന്നത് തടയുക, ഡെങ്കിപ്പനി തടയുക, ഡെങ്കി രഹിത കാരക്കാടിനായി ഒന്നിച്ച് കൈകോർക്കാം എന്ന ആവശ്യങ്ങളും ക്യാമ്പയിൻ മുന്നോട്ട് വയ്ക്കുന്നു. ഗ്രാമപഞ്ചായത്തും ഓങ്ങല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വരുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാർലമെന്റ് മാർച്ചിനെതിരെ ഉണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് തൃശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്കു നേരെ പോലീസ് ലാത്തി വീശി ജലപീരങ്കി പ്രയോഗിച്ചു. SFI പ്രവർത്തകർ നടു റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ അപകടങ്ങൾ കുറയ്ക്കാൻ അടിയന്തര നടപടികൾ കൈക്കൊള്ളുമെന്ന് മന്ത്രി KA തുളസി. മേഖലയിലെ റോഡ് അപകടങ്ങൾ പരിഹരിക്കുന്നതിനും റോഡ് നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കുന്നതിനും സാമ്പത്തിക സ്ഥിതി തടസ്സമാകില്ലെന്നും മന്ത്രി. മുണ്ടൂർ തൂത സംസ്ഥാന പാത നവീകരണത്തിലെ അശാസ്ത്രീയത പരിഹരിക്കുന്നതിനും അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും വിളിച്ചു ചേർത്ത സംയുക്ത യോഗം കളക്ട്രേറ്റിൽ. TTEക്ക് യാത്രക്കാരിയുടെ മർദ്ദനം. ആലത്തൂർ സ്വദേശി ഡെപ്യൂട്ടി ചീഫ് ട്രാവലിംഗ് എക്സാമിനർ സുജിത്തിനെയാണ് യാത്രക്കാരി ആക്രമിച്ചത്. സംഭവം മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.